1, 4, 7, 10 എക്സെട്ര എന്ന ശ്രേണിയിൽ അംഗമാകുന്നതാര്? ആണോ മക്കളെ? 1, 4, 7, 10 എക്സെട്ര എന്ന ശ്രേണിയിൽ അംഗം ആകുന്നത് ആര്? ഒരു ശ്രേണി തന്നിട്ടുണ്ട്. ഈ ശ്രേണിയിൽ അംഗമാകുന്നത് ആരെന്നാ ചോദിച്ചിരിക്കുന്നത് അല്ലെ? അംഗമാകുന്നതാ. നമ്മൾ പഠിച്ചു 4 ഓപ്ഷനിൽ നിന്നും ആദ്യ പദം കുറയ്ക്കണം. 4 ഓപ്ഷനിൽ നിന്നും ആദ്യ പദം കുറയ്ക്കണം. ശരി, ആദ്യ പദം 1. 2002 എന്ന് കുറയ്ക്കുമ്പോൾ 2001 എന്ന് വരും. ഓക്കെ. 2003 എന്ന് കുറയ്ക്കുമ്പോൾ 2002 എന്ന് വരും. 2001 എന്ന് കുറയ്ക്കുമ്പോൾ 2000 എന്ന് വരും. 2004 എന്ന് കുറയ്ക്കുമ്പോൾ 2003 എന്ന് വരും അല്ലെ? ഇതിൽ പൊതുവ്യത്യാസത്തിന്റെ ഗുണിതമായിട്ടുള്ളത് ശ്രേണിയുടെ പദം. മക്കളെ, പൊതുവ്യത്യാസം ഇവിടെ 3. 3ന്റെ ഗുണിതമായിട്ടുള്ളതാണ് ശ്രേണിയുടെ പദം. ഇവിടെ അക്കങ്ങളുടെ തുക 3 ആണ്. അതുകൊണ്ട് 2001 3ന്റെ ഗുണിതമായതുകൊണ്ട് ശ്രേണിയുടെ പദമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 4 ഓപ്ഷനിൽ നിന്ന് ആദ്യ പദം കുറയ്ക്കുക. അപ്പോൾ കിട്ടുന്ന സംഖ്യകളിൽ പൊതുവ്യത്യാസത്തിന്റെ ഗുണിതമായിട്ട് വരുന്ന ശ്രേണിയുടെ പദം. 2001 3ന്റെ ഗുണിതമാണ്, പൊതുവ്യത്യാസത്തിന്റെ ഗുണിതമാണ്. അതുകൊണ്ട് ഈ ഓപ്ഷൻ എ ആണ് ശ്രേണിയുടെ പദമായിട്ട് വരുന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരാറുണ്ട്. എന്താ ഇതിന്റെ പ്രത്യേകത? ശ്രേണിയുടെ പദമാകുന്നതേത്, പദമാകാത്തതേത് എന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പം 4 ഓപ്ഷനിൽ നിന്നും ആദ്യ പദം കുറയ്ക്കുക. അങ്ങനെ കുറച്ച് കിട്ടുന്ന സംഖ്യകളിൽ പൊതുവ്യത്യാസത്തിന്റെ ഗുണിതമായിട്ടുള്ളത് ശ്രേണിയുടെ പദം, അല്ലാത്തത് ശ്രേണിയുടെ പദമായിരിക്കില്ല. ക്ലിയർ ആണോ?